പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഇത് ജപമാല മാസമാണ്. നമ്മളെല്ലാവരും ഒരു കുടുംബത്തിൽ പരിശുദ്ധ അമ്മയോട് ഒരു ജപമാലയെങ്കിലും ചൊല്ലിയിരിക്കണം. ജപമാല ചൊല്ലുന്ന കുടുംബങ്ങളിൽ ഒരുമിച്ചിരിക്കും മാതാപിതാക്കളും മക്കളുമെല്ലാം. അവർ തകർന്നു പോകാൻ അമ്മ അനുവദിക്കുകയില്ല. പരിശുദ്ധ അമ്മ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവും. ഒന്ന്. രണ്ടാമത്, കർത്താവിൻ്റെ നാമം വിളിച്ച് അപേക്ഷിക്കുന്ന എല്ലാവരും രക്ഷ പ്രാപിക്കുകയും ചെയ്യും. അപ്പോൾ ഈ പരിശുദ്ധ അമ്മയുടെ ഈ ജപമാല നമ്മൾ കുടുംബങ്ങളിൽ ചൊല്ലുമ്പോൾ ഈ ഒക്ടോബർ മാസം മുഴുവനും പരിശുദ്ധ അമ്മയുടെ ദിവസങ്ങളാണ്. ജപമാലയ്ക്ക് വലിയ ശക്തിയുണ്ട്. അമ്മ നമ്മുടെ അടുക്കിലേക്ക് കടന്നു വരും. ജപമാല ചൊല്ലാമെന്ന് തയ്യാറെടുക്കുമ്പോൾ തന്നെ നമ്മുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടും. എന്താണ് ജപമാലയുടെ ശക്തി? പുത്രനെ ഗർഭം ധരിച്ച വചനമാണ് ജപമാല. യേശുനാഥനെ ഗർഭം ധരിച്ച വചനമാണ് ജപമാല. അതാണ് ലൂക്ക 1:28. ദൈവകൃപ നിറഞ്ഞവളെ സ്തുതി, കർത്താവ് നിന്നോടുകൂടെ. ഇത് ആവർത്തിച്ച് നമ്മൾ ഉരുവിടുമ്പോൾ നമ്മളിൽ നിന്നും പൈശാചിക ശക്തികൾ വിട്ടുപോകും. സാത്താൻ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്ന ഒരു ആയുധമാണ് ജപമാല. അതുകൊണ്ട് നമ്മൾ ജപമാല മുടക്കരുത്. ജപമാല ചൊല്ലുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. പരിശുദ്ധ അമ്മയോട് കാൽക്കൽ നമ്മുടെ മക്കളെയും കുടുംബത്തെയും എല്ലാം സമർപ്പിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും ഏകനാമത്തിൽ ആമേൻ. അവേ മരിയ, പ്രൈസ് ദി ലോർഡ്.